നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കോട്ടയം തിരുവാതുക്കലിലെ ഇരട്ട കൊലപാതകം പ്രതിക്കെതിരെ എല്ലാ തെളിവുകളും ശേഖരിച്ചതായി ജില്ലാ പോലീസ് മേധാവി എ ഷാഹുൽ ഹമീദ്. വിജയകുമാറിനോടുള്ള പ്രതി അമിത്തിന്റെ കടുത്ത വൈരാഗ്യം കൊലപാതകത്തിന് കാരണമായി. കോട്ടയം കളക്ടറേറ്റിന് ബോംബ് ഭീഷണി. ജില്ലാ കളക്ടർക്ക് ഇമെയിൽ സന്ദേശം. പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തി. സന്ദേശം വ്യാജമെന്ന് തെളിഞ്ഞു. പൈകയിലെ റബ്ബർ ഫാക്ടറിയിലേക്ക് ലോഡുമായി എത്തിയ നാഷണൽ പെർമിറ്റ് ലോറി മറിഞ്ഞു. 4 പേർക്ക് പരിക്കേറ്റു. അപകടമുണ്ടായത് ആണ്ടൂരിൽ വെച്ച്. പരമ്പരാഗത സ്വർണ്ണപ്പണിക്കാർ കടുത്ത പ്രതിസന്ധിയിൽ. സ്വർണ്ണാഭരണ നിർമ്മാണം യന്ത്രം ഉപയോഗിച്ചായത് തൊഴിൽ ഇല്ലാതാക്കി. സർക്കാർ പദ്ധതികൾ തയ്യാറാക്കണമെന്ന ആവശ്യം. വാർത്തകൾ വിശദമായി. കോട്ടയം തിരുവാതുക്കൽ ഇരട്ട കൊലപാതക കേസിൽ എല്ലാ തെളിവുകളും ശേഖരിക്കാൻ കഴിഞ്ഞതായി ജില്ലാ പോലീസ് മേധാവി എ ഷാഹുൽ ഹമീദ്. വിജയകുമാറിനോടുള്ള കടുത്ത വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതെന്ന് അമിത് ഉറാങ് പറഞ്ഞതായും SP കോട്ടയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. കോട്ടയം തിരുവാതുക്കലിൽ വ്യവസായി വിജയകുമാറിനെയും ഭാര്യ ഡോക്ടർ മീരയെയും കൊലപ്പെടുത്തിയ കേസിൽ തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞതായി ജില്ലാ പോലീസ് മേധാവി എ ഷാഹുൽ ഹമീദ്. പ്രതിക്ക് വിജയകുമാറിനോട് വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നു. മുൻപ് വിജയകുമാറിന്റെ ഫോൺ മോഷ്ടിച്ച സംഭവത്തിൽ പിടിക്കപ്പെട്ടതാണ് വൈരാഗ്യത്തിന് കാരണമെന്ന് പ്രതി അമിത് ഉറാങ് സമ്മതിച്ചതായി SP ഷാഹുൽ ഹമീദ് പറഞ്ഞു. മോഷണ കേസിൽപ്പെട്ടതോടെ ഗർഭിണിയായ ഭാര്യ ഉപേക്ഷിച്ച് പോവുകയും കുഞ്ഞിനെ നഷ്ടപ്പെടുകയും ചെയ്തു. ഇതെല്ലാം വിജയകുമാറിനോടുള്ള വൈരാഗ്യം വർദ്ധിപ്പിച്ചതായി പ്രതി അമിത് ഉറാങ് സമ്മതിച്ചതായും SP പറഞ്ഞു. പിടിക്കപ്പെടുമെന്ന് മനസ്സിലായതോടുകൂടി പ്രതി പണം തിരിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. എന്നിരുന്നാലും വിജയകുമാർ കൂട്ടാക്കിയില്ല. പോലീസിൽ കംപ്ലൈന്റ് ഫയൽ ചെയ്തു. നമ്മൾ FIR രജിസ്റ്റർ ചെയ്തു. ഇയാളെ അറസ്റ്റ് ചെയ്തതിനു ശേഷം 5.5 മാസത്തോളം, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ കേസിൽ 5.5 മാസത്തോളം റിമാൻഡിൽ കഴിഞ്ഞു. റിമാൻഡിൽ കഴിഞ്ഞ് ഇറങ്ങിയതിനു ശേഷവും പ്രതി വിജയകുമാറിനെ ബന്ധപ്പെട്ടിരുന്നു. കേസ് പിൻവലിക്കണം, പണം തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട്. അതിനും വിജയകുമാർ കൂട്ടാക്കിയില്ല. പിന്നെ റിമാൻഡിൽ കിടന്നിരുന്ന കാലത്ത് പ്രതിയുടെ ഭാര്യ ഗർഭിണിയായിരുന്നു. ഏകദേശം ഒരു 7-8 മാസമായപ്പോൾ ഗർഭം അടച്ചുപോയി. അപ്പം അങ്ങനെ വ്യക്തിപരമായ കുറേ ബുദ്ധിമുട്ടുകളും എല്ലാം വന്നപ്പോൾ ഇതിനെല്ലാം കാരണക്കാരൻ വിജയകുമാർ എന്നുള്ള നിലയ്ക്കുള്ള ഒരു വൈകാരിക പ്രതികരണമാണ്. അതുകൊണ്ട് തന്നെ ഇയാൾ 19-ാം തീയതി, ഈ മാസം 19-ാം തീയതി കോട്ടയത്ത് വന്ന് താമസിച്ചു. പ്രീമെഡിറ്റേറ്റഡ് ആയിട്ട് പ്രിപ്പറേഷൻസ് എല്ലാം ചെയ്തു. അങ്ങനെയാണ് ക്രൂരമായ കൊലപാതകം നടത്തിയത്. സംഭവ ദിവസം രാത്രി 8 മണിയോടെ ലോഡ്ജിൽ നിന്നും ഇറങ്ങിയെന്നും 12 മണി വരെ റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് ഇരുന്നതായും അമിത് ഉറാങ് പോലീസിനോട് സമ്മതിച്ചു. ലക്ഷ്യം വെച്ചത് വിജയകുമാറിനെ മാത്രമായിരുന്നുവെന്നും എന്നാൽ ഭാര്യ മീര ശബ്ദം കേട്ട് ഉണർന്നു വന്നതോടെ കൊല്ലേണ്ടി വരികയായിരുന്നുവെന്നും പ്രതി പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. കേസിലെ എല്ലാ തെളിവുകളും ശേഖരിച്ചതായും SP കോട്ടയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. DVRലെ ദൃശ്യങ്ങൾ നമ്മൾ അത് നിയമപരമായിട്ടുള്ള തെളിവാണ്. അതിൽ കോടതിക്ക് കൈമാറും. കോടതിയുടെ അനുമതിയോട് കൂടിയിട്ടാണ് അതിന്റെ ഫോറൻസിക് പരിശോധന. തെളിവെടുപ്പുകൾ കുറച്ചുകൂടി ബാക്കിയുണ്ട്. നമ്മൾ വീണ്ടും കസ്റ്റഡിയിൽ പ്രതീക്ഷിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം കളക്ടറേറ്റിൽ ബോംബ് ഭീഷണി. ജില്ലാ കളക്ടറുടെ മെയിലിലേക്കാണ് ഭീഷണി സന്ദേശം എത്തിയത്. ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് ബോംബ് പൊട്ടുമെന്നായിരുന്നു സന്ദേശം. തിരച്ചിലിനൊടുവിൽ വ്യാജ ഭീഷണിയെന്ന് തെളിഞ്ഞു. കോട്ടയത്ത് കളക്ടറേറ്റിൽ ബോംബ് ഭീഷണി. കളക്ടറേറ്റിൽ ലഭിച്ച ഭീഷണി സന്ദേശം പുറത്തുവന്നു. പഹൽഗാം അടിയന്തര സുരക്ഷാ ഭീഷണി ഒഴിപ്പിക്കൽ അത്യാവശ്യം എന്ന തലവാചകത്തിലാണ് ഇമെയിൽ സന്ദേശം എത്തിയത്. തമിഴ്നാട് സ്വദേശികൾക്കെതിരെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ചുമത്തിയ കേസുകൾ പിൻവലിക്കണമെന്നും ഭീഷണിയിൽ ആവശ്യപ്പെടുന്നു. 2 മണിക്ക് ബോംബ് സ്ഫോടനമുണ്ടാകുമെന്നായിരുന്നു ഭീഷണി. ഇമെയിൽ സന്ദേശമാണ് എത്തിയത്. എന്നാൽ സന്ദേശം വ്യാജമാണെന്ന് പോലീസ് വിലയിരുത്തി. കളക്ടറുടെ മെയിൽ ID-യിലേക്കാണ് ഭീഷണി എത്തിയത്. ബോംബ് സ്ക്വാഡും പോലീസും പരിശോധന നടത്തി. കൊല്ലം ജില്ലാ കളക്ടറുടെ മെയിലിലേക്കാണ് ഭീഷണി സന്ദേശം എത്തിയത്. തമിഴ്നാട്ടിൽ ഒരു മാധ്യമപ്രവർത്തകൻ അറസ്റ്റിലായെന്നും വിട്ടയക്കണമെന്നുമായിരുന്നു ഭീഷണി സന്ദേശത്തിൽ ആവശ്യം. ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. മെയിൽ ID കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസവും സമാനമായ രീതിയിൽ കളക്ടർക്ക് ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൈകയിലെ റബ്ബർ ഫാക്ടറിയിലേക്ക് ലോഡുമായി വന്ന നാഷണൽ പെർമിറ്റ് ലോറി മറിഞ്ഞു. ആണ്ടൂർ ആയുർവേദ ആശുപത്രിക്ക് സമീപമാണ് ലോറി മറിഞ്ഞത്. 4 പേർക്ക് പരിക്കേറ്റു. ഡൽഹിയിൽ നിന്നാണ് ലോറി എത്തിയത്. പൈകയിലുള്ള റബ്ബർ ഫാക്ടറിയിലേക്കുള്ള ലോഡുമായി പോകുകയായിരുന്ന നാഷണൽ പെർമിറ്റ് ലോറി മറിഞ്ഞു. ലോറിയിൽ ഉണ്ടായിരുന്ന 4 പേർക്ക് പരിക്കേറ്റു. വൈക്കം പാലാ റോഡിൽ മരങ്ങാട്ടുപള്ളി ആണ്ടൂർ ആയുർവേദ ആശുപത്രിക്ക് സമീപമുള്ള വളവിലായിരുന്നു അപകടം. ടയർ നിർമ്മാണത്തിനുള്ള റബ്ബർ സാമഗ്രികളുമായി പോയ ലോറിയാണ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. ഡൽഹിയിൽ നിന്നും കൊണ്ടുവന്ന സാധനമായിരുന്നു ലോറിയിൽ ഉണ്ടായിരുന്നത്. പരിക്കേറ്റവരെ മരങ്ങാട്ടുപള്ളി പോലീസ് പാലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നിട്ടുണ്ട്. മരങ്ങാട്ടുപള്ളി പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. ഈ വളവിൽ നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റോഡ് നിർമ്മാണത്തിന്റെ അപാകതയും അപകടങ്ങൾക്ക് ഇടയാക്കുന്നതായും പറയുന്നു.
ന്യൂസ് ബ്യൂറോ, പാലാ. പരമ്പരാഗത സ്വർണ്ണപ്പണിക്കാർ കടുത്ത പ്രതിസന്ധിയിൽ. യന്ത്രസഹായത്തോടെ സ്വർണ്ണാഭരണ നിർമ്മാണം തുടങ്ങിയത് ഇവർക്ക് വൻതോതിൽ തൊഴിൽ നഷ്ടപ്പെടാൻ ഇടയാക്കിയിട്ടുണ്ട്. സ്വർണ്ണക്കച്ചവടം വലിയ ബിസിനസ്സായി മാറുമ്പോൾ പരമ്പരാഗത സ്വർണ്ണപ്പണിക്കാരുടെ ജീവിതം ദുരിതമയമായി മാറുന്നു. സ്വർണ്ണാഭരണ നിർമ്മാണം യന്ത്രവൽകൃതമായതോടെ ഇവർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. അനാരോഗ്യകരമായ തൊഴിൽ സാഹചര്യങ്ങളിൽപ്പെട്ട നിരവധി തൊഴിലാളികൾ മറ്റ് തൊഴിലുകൾ തേടിപ്പോയി. ഏറ്റവും വില കൂടിയ ലോഹം പരമ്പരാഗതമായി കൈകാര്യം ചെയ്തിരുന്ന തൊഴിലാളികളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. തങ്ങളുടെ പ്രശ്നങ്ങൾ കാണാനും പഠിക്കാനും പരിഹാരം കണ്ടെത്താനും ആരും ശ്രമിക്കുന്നില്ല എന്നാണ് സ്വർണ്ണപ്പണിക്കാർ പറയുന്നത്. ഞങ്ങൾ പരമ്പരാഗതമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന തൊഴിലാണ്. അപ്പനപ്പൂപ്പന്മാരായിട്ട് വർഷങ്ങളോളമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന തൊഴിലാണിത്. ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദയനീയമായ ഒരു അവസ്ഥയിലാണ്. ഞങ്ങളുടെ മുൻകാലങ്ങളിൽ ഞങ്ങൾ നല്ല രീതിയിൽ നല്ലവണ്ണം കുടുംബജീവിതം നയിച്ച് നല്ല രീതിയിൽ ജോലിയും ചെയ്ത് ജീവിച്ചിരുന്ന അവസ്ഥയാണ്. ഇപ്പോൾ വളരെ ശോചനീയമായൊരവസ്ഥയിലാണ്. മറ്റുള്ള വിദേശത്തു നിന്നുള്ള ആഭരണങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് മൂലവും മറ്റ് പല സാഹചര്യങ്ങൾ കൊണ്ടും ഇന്ന് തൊഴിലില്ലാത്തൊരവസ്ഥയാണ് പരമ്പരാഗതമായിട്ടിരിക്കുന്നത് സ്വർണ്ണ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. പുതിയ ഇനം ജ്വല്ലറികൾ വന്നതോടെ നാളുകളായി സ്വർണ്ണപ്പണിക്കാർക്ക് തൊഴിലില്ല. സ്വർണ്ണാഭരണങ്ങൾ പണിത് നല്ല വരുമാനത്തോടെ ജീവിച്ചിരുന്ന തങ്ങൾക്ക് അത്തരമൊരു ജീവിതം ഓർമ്മയായി മാറുന്നുവെന്ന് ഇവർ പറയുന്നു. പരമ്പരാഗത സ്വർണ്ണപ്പണിക്കാർക്കായി സർക്കാർ പുനരധിവാസ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു. സ്വർണ്ണത്തിന് വില ഉയരുമ്പോൾ സ്വർണ്ണത്തോടുള്ള ജനങ്ങളുടെ വിമുഖതയും തിരിച്ചടിയാവുന്നുണ്ട്. കിടങ്ങൂരിലും പരിസര പ്രദേശങ്ങളുമായി 250ഓളം സ്വർണ്ണപ്പണിക്കാർ ഉണ്ടായിരുന്നിടത്ത് ഇന്ന് 10ഓളം പേർ മാത്രമാണുള്ളത്. നാളുകളായി തുടങ്ങിയ പരമ്പരാഗത സ്വർണ്ണപ്പണിക്കാരുടെ പതനം ഇപ്പോൾ പൂർണ്ണമായി വരികയാണെന്നും ഇവർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. കേരള വിശ്വകർമ്മ സഭ 111 നമ്പർ പാമ്പാടി ശാഖയുടെ വാർഷികവും കുടുംബസംഗമവും ഈ മാസം 27-ന് ആലാമ്പള്ളി NSS ഓഡിറ്റോറിയത്തിൽ നടക്കും. രാവിലെ 10 മണിക്ക് മന്ത്രി VN വാസവൻ വാർഷികം ഉദ്ഘാടനം ചെയ്യും. കാപ്കോസ് ചെയർമാൻ KM രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും. വനിതാ മൈക്രോ സംരംഭത്തിന്റെ ഉദ്ഘാടനവും വിവിധ തലങ്ങളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കലും ചടങ്ങിൽ നടക്കും. പാമ്പാടിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ശാഖാ ദേവസ്വം ഭാരവാഹികളായ VK അനൂപ് കുമാർ, KC ലാൽകുമാർ, TK ഗോപിദാസ്, KT പ്രഭാകരൻ, KG മണിക്കുട്ടൻ, മായാലാൽ, ഉമാദേവി, അജീഷ് T തുടങ്ങിയവർ പങ്കെടുത്തു. 2025 ഏപ്രിൽ മാസം 27-ാം തീയതി ഞായറാഴ്ച പാമ്പാടി ആലാമ്പള്ളിയിലുള്ള NSS കരയോഗത്തിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ സമ്മേളനം നടക്കുന്നത്. ഈ സമ്മേളനത്തിന്റെ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിന്റെ ആദരണീയനായ സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി പ്രിയപ്പെട്ട ശ്രീ VN വാസവൻ അവരുകളാണ്. ഈ സമ്മേളനത്തിലെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് കാപ്കോസിന്റെ ചെയർമാൻ ശ്രീ KM രാധാകൃഷ്ണനാണ്. വിവിധ തലങ്ങളിൽ വിശ്വകർമ്മ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ അനുമോദിക്കുന്ന ചടങ്ങ് MG യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് അംഗവും കൂടിയായ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് റജി സക്രിയയാണ്. തുടർന്ന് ഉച്ച കഴിഞ്ഞ് കേരള വിശ്വകർമ്മ സഭയുടെ കുടുംബസംഗമം അതേ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് പുതുപ്പള്ളിയുടെ പ്രിയപ്പെട്ട MLA ശ്രീ ചാണ്ടി ഉമ്മനാണ്. അരുവിത്തുറ സെന്റ് ജോർജ് പള്ളിയിലെ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാൾ ഭക്തിപുരസരം പുരോഗമിക്കുന്നു. പകൽ വിശുദ്ധന്റെ തിരുസ്വരൂപവും വഹിച്ച് തിരുനാൾ റാസ നടന്നു. അരുവിത്തറ സെന്റ് ജോർജ് പള്ളിയിൽ പ്രധാന തിരുനാൾ ദിനമായ ഇന്ന് വിശ്വാസികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. രാവിലെ വിവിധ സമയങ്ങളിൽ വിശ്രുവാനയും നൊവേനയും നടന്നു. 10-ന് നടന്ന തിരുനാൾ റാസയ്ക്ക് സീറോ മലബാർ സഭ കൂരിയ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വാണിയപുരിക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉച്ചയ്ക്ക് 12:30-ന് വാദ്യമേളങ്ങളും കരിമരുവും ഒഴിവാക്കി വിശുദ്ധന്റെ തിരുസ്വരൂപം സംഭവിച്ച് ഭക്തിസാന്ദ്രമായ ജപമാല പ്രദക്ഷിണം നടന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവ് ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. നാളെയാണ് ഇടവകക്കാരുടെ തിരുനാൾ ദിനം. രാവിലെ 5:30-നും 6:45-നും 8-നും 9:15-നും 10:30-നും 12-നും ഉച്ചകഴിഞ്ഞ് 1:30-നും 2:45-നും വിശുദ്ധ കുർബാനകളും നൊവേനകളും നടക്കും. വൈകുന്നേരം 4:30-ന് മാർ ജോസഫ് പുളിക്കൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും. രാത്രി 7-ന് തിരുസ്വരൂപം അൾത്താരയിൽ പുനഃപ്രതിഷ്ഠിക്കും. ന്യൂസ് ബ്യൂറോ, പാലാ. വാഴൂർ തീർത്ഥപാദപുരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പുണ്യം ട്രസ്റ്റിന്റെ കീഴിലുള്ള വാനപ്രസ്ഥ കേന്ദ്രത്തിന്റെ പുതിയ മന്ദിരം തിങ്കളാഴ്ച ഉദ്ഘാടനം ചെയ്യും.
ഒറ്റപ്പെട്ടു പോകുന്ന വൃദ്ധജനങ്ങൾക്ക് വേണ്ടി 2020 വാനപ്രസ്ഥ കേന്ദ്രം ആരംഭിച്ചത്. രണ്ടാം ഘട്ടത്തിൽ ആധുനിക സൗകര്യങ്ങളോടെ 20 മുറികളിലായി 50-ലധികം പേർക്ക് കൂടി ആശ്രയം നൽകാൻ സാധിക്കും. തിങ്കളാഴ്ച പകൽ 11 മണിക്ക് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ മന്ദിരം സമർപ്പിക്കും. ഗരുഡധ്വജാനന്ദ തീർത്ഥപാദ സ്വാമികൾ ദീപം തെളിയിക്കുകയും അനുഗ്രഹ പ്രഭാഷണം നടത്തുകയും ചെയ്യും. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ആശംസ അർപ്പിക്കും. മാതൃസമിതിയുടെ യോഗ കൗൺസിലിംഗ് കേന്ദ്രം പ്രീതി നടേശൻ ഉദ്ഘാടനം ചെയ്യും. പുണ്യം ഭവനദാന പദ്ധതിയിൽപ്പെടുത്തി ആദ്യ വീടിനുള്ള ഭൂദാനവും ചടങ്ങിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് ജി രാമൻ നായർ, മാനേജിംഗ് ട്രസ്റ്റി ആർ അനിൽകുമാർ, സെക്രട്ടറി ബി രാജീവ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വാനപ്രസ്ഥം എന്ന പേരിൽ ആരംഭിക്കുന്ന വൃദ്ധരായ നിരാലംബരായ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന ഒരു പുതിയ സ്ഥാപനത്തിന് ഈ 28-ാം തീയതി കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ തുടക്കം കുറിക്കുകയാണ്. പുണ്യം അതിൻ്റെ പുതിയ മേഖലകളിലേക്ക് കടക്കുന്ന ഒരു സന്ദർഭമാണിത്. നമ്മുടെ സമൂഹത്തിൽ ഇത്തരം ആരും സംരക്ഷിക്കാൻ ഇല്ലാതെ വരുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ അത്തരം ആളുകളെ സംരക്ഷിക്കുക എന്നുള്ള സാമൂഹ്യ പ്രതിബദ്ധത ഏറ്റെടുത്തുകൊണ്ട് പുണ്യം നടത്തുന്ന ഒരു വലിയ സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണ്. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം മെയ് 9 പ്രഖ്യാപിച്ചേക്കും. മൂല്യനിർണ്ണയം പൂർത്തിയായതായും ടാബുലേഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ മാത്രമേ പൂർത്തിയാകാനുള്ളൂ എന്നും വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ അറിയിച്ചു. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചതിന് ശേഷം അടുത്ത ദിവസങ്ങളിൽ ഹയർ സെക്കൻഡറി ഫലവും പ്രസിദ്ധീകരിക്കും. ലഹരിക്കെതിരെയുള്ള സന്ദേശവുമായി ഓട്ടോറിക്ഷ തൊഴിലാളികൾ പുറത്തിറക്കിയ ഷോർട്ട് ഫിലിം നാടിന് സന്ദേശമാകുന്നു. കാഞ്ഞിരപ്പള്ളി പട്ടിമറ്റം 1-ാം മൈൽ സ്വദേശികളായ 17 ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് ഷോർട്ട് ഫിലിമിന് പിന്നിൽ പ്രവർത്തിച്ചത്. ലഹരിക്കെതിരെ സന്ദേശമുയർത്തി ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഒരുക്കിയ ഷോർട്ട് ഫിലിം ശ്രദ്ധേയമാകുന്നു. കാഞ്ഞിരപ്പള്ളി പട്ടിമറ്റം 1-ാം മൈൽ സ്വദേശികളായ 17 ഓട്ടോറിക്ഷ തൊഴിലാളികൾ ചേർന്നാണ് ഷോർട്ട് ഫിലിം ഒരുക്കിയത്. സ്കൂളുകളിൽ ലഹരി എത്തിക്കുന്ന സംഘത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ചേർന്ന് കുടുക്കുന്നതും പോലീസിൽ ഏൽപ്പിക്കുന്നതുമായ കഥയാണ് 10 മിനിറ്റ് ദൈർഘ്യമുള്ള ഷോർട്ട് ഫിലിമിലൂടെ പറയുന്നത്. പോലുള്ള ഓട്ടോക്കാരാണ് നമ്മുടെ നാടിന് ആവശ്യം. നാടിന്റെ സ്പന്ദനങ്ങൾ അറിയുന്നവരാണ് നിങ്ങളെപ്പോലുള്ള ഓട്ടോക്കാർ. ഇവരെ പോലുള്ളവർ നമ്മുടെ സമൂഹത്തിൽ ഇനിയുമുണ്ട്. ഇവരെ തിരിച്ചറിഞ്ഞ് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുവാൻ നിങ്ങൾ അടങ്ങുന്ന സമൂഹം മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ പോരാടണം. നിങ്ങൾക്ക് ഏറെ ആവശ്യമുണ്ടെങ്കിലും ഞങ്ങളെ വിളിക്കാം. 7,000 രൂപയാണ് ചിലവ് വന്നത്. ഇത് ഓട്ടോറിക്ഷ തൊഴിലാളികൾ തന്നെ കണ്ടെത്തുകയായിരുന്നു. പൂർണ്ണമായും ഐഫോണിലായിരുന്നു ചിത്രീകരണം. ഓട്ടോറിക്ഷ തൊഴിലാളിയായ ബെന്നി ജോർജ് മലയിലാണ് കഥയും തിരക്കഥയും ഒരുക്കി സംവിധാനം ചെയ്തത്. പൊൻകുന്നം സ്വദേശിയായ ജോമോൻ ജോയിയാണ് ക്യാമറ കൈകാര്യം ചെയ്തത്. എഡിറ്റിംഗ് നിർവഹിച്ചത് സുബിൻ തോമസും. ലഹരിക്കെതിരെ സന്ദേശം നൽകുന്നതടക്കം 8ഓളം ഷോർട്ട് ഫിലിമുകൾ ബെന്നി മുൻപ് പുറത്തിറക്കിയിട്ടുണ്ട്. എരുമേലി സ്വദേശിയായ സുധി ഒഴികെയുള്ള ഷോർട്ട് ഫിലിമിലെ അഭിനേതാക്കളെല്ലാം ഓട്ടോറിക്ഷ തൊഴിലാളികളാണ്. കാഞ്ഞിരപ്പള്ളി ജനമൈത്രി പോലീസിലെ രഞ്ജു രമണൻ, ടി അജീഷ് എന്നിവരുടെ സഹായവും ലഭിച്ചു. 3 ദിവസം കൊണ്ടാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഷോർട്ട് ഫിലിം തയ്യാറാക്കിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. പൊതുവിദ്യാലയങ്ങളിൽ 1-ാം ക്ലാസ്സിലെ കുട്ടികൾ എഴുതിയ കുറിപ്പുകളിൽ തെരഞ്ഞെടുത്തവ സമാഹരിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധീകരിച്ച കുരുന്നെഴുത്തുകൾ ഡയറിയിൽ പൊൻകുന്നം CMS സ്കൂളിലെ ആഷേർ കെ ഷൈജു ഇടം നേടി. ഇതോടൊപ്പം അധ്യാപിക ഷേർലിയുടെ കുറിപ്പും ആഷേറിന്റെ അമ്മ വിനീതയുടെ വിലയിരുത്തലും ഒരുപോലെ കത്തെഴുത്തിൽ പ്രസിദ്ധീകരിച്ചു. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കൊപ്പം ആഷേറും പങ്കെടുത്തു. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരർ നടത്തിയ ക്രൂരമായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചും ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ചും BJPയുടെയും വിവിധ ഹൈന്ദവ സംഘടനകളുടെയും നേതൃത്വത്തിൽ പാലായിൽ പ്രകടനവും ദീപം തെളിയിച്ച് ശ്രദ്ധാഞ്ജലിയും നടന്നു. BJP ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ, പാലാ മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് G അനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. സൗത്ത് പാമ്പാടി ഇലക്കൊടിഞ്ഞി ചെമ്പഴന്തി ഭവനിൽ
CM കേശവൻ നിര്യാതനായി. 82 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം തിരുവാതുക്കലിലെ ഇരട്ട കൊലപാതകം പ്രതിക്കെതിരെ എല്ലാ തെളിവുകളും ശേഖരിച്ചതായി ജില്ലാ പോലീസ് മേധാവി A. ഷാഹുൽ ഹമീദ്. വിജയകുമാറിനോടുള്ള പ്രതി അമിത്തിന്റെ കടുത്ത വൈരാഗ്യം കൊലപാതകത്തിന് കാരണമായി. കോട്ടയം കളക്ടറേറ്റിന് ബോംബ് ഭീഷണി. ജില്ലാ കളക്ടർക്ക് ഇമെയിൽ സന്ദേശം. പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തി. സന്ദേശം വ്യാജമെന്ന് തെളിഞ്ഞു. പൈകയിലെ റബ്ബർ ഫാക്ടറിയിലേക്ക് ലോഡുമായി എത്തിയ നാഷണൽ പെർമിറ്റ് ലോറി മറിഞ്ഞു. 4 പേർക്ക് പരിക്കേറ്റു. അപകടമുണ്ടായത് ആണ്ടൂരിൽ വെച്ച്. പരമ്പരാഗത സ്വർണ്ണപ്പണിക്കാർ കടുത്ത പ്രതിസന്ധിയിൽ. സ്വർണ്ണാഭരണ നിർമ്മാണം യന്ത്രം ഉപയോഗിച്ചായത് തൊഴിൽ ഇല്ലാതാക്കി. സർക്കാർ പദ്ധതികൾ തയ്യാറാക്കണമെന്ന ആവശ്യം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.